കഴിഞ്ഞ കാലത്തെ ആളുകൾക്കിടയിൽ ശിർക്ക് വന്നത് എങ്ങനെയായിരുന്നു? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം വിവരിച്ചിട്ടില്ലേ? സൂറത്തു നൂഹ്, നൂഹ് നബിയുടെ പേരിൽ തന്നെ ഖുർആനിൽ ഒരു സൂറത്തില്ലേ? എന്തായിരുന്നു ആ ജനങ്ങളുടെ ചരിത്രം? ആദം അലൈഹിസ്സലാമിന്റെ കാലശേഷം തലമുറകൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അവർ ശിർക്കിൽ അകപ്പെട്ടത്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് കാണാം, وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا. നൂഹ് അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനങ്ങൾക്കിടയിലേക്ക് വന്നപ്പോൾ അവർ പറയുകയാണ്, ലാ തദറുന്ന ആലിഹതകും, നിങ്ങളുടെ ഇലാഹുകളെ, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ഒരിക്കലും ഈ നൂഹിന്റെ വർത്തമാനം കേട്ട് ഉപേക്ഷിച്ചു പകളയരുത്. വലാ തദറുന്ന വദ്ദ വലാ സുവാഅ വലാ യഗൂസ വയഊഖ വനസ്റാ. വദ്ദിനെയോ യഗൂസിനെയോ യഊഖിനെയോ നസ്റിനെയോ സുവാഇനെയോ ഒന്നും നിങ്ങൾ ഉപേക്ഷിച്ച് കളയരുത്. ഏത് കാലത്തും ശിർക്കിന്റെ ആളുകൾ പറയുന്ന വർത്തമാനമാണിത്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ചില മുസ്ലിയാക്കന്മാർ ജനങ്ങളോട് വന്ന് പറയും, ദാ ബദരീങ്ങൾ ഇവരുടെ വർത്തമാനം കേട്ട് നിങ്ങൾ വിട്ടേക്കരുത്, മൊഹീദ്ദീൻ ശേഖനെ മുറുകെ പിടിച്ചോളണം, CM മടവൂറിനെ കൈവിടയരുത്. എന്നിട്ട് അവരുടെ കറാമത്തുകളെ കഥകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കും. അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ പറയുന്നവരെ നബിമാരോട് സ്നേഹമില്ലാത്തവരായി, സാലിഹുകളായ ആളുകളോട് സ്നേഹമില്ലാത്തവരായി, ഔലിയായിനെ ബഹുമാനിക്കാത്തവരായി ചിത്രീകരിക്കും. അവർ പറയുകയാണ്, ഇതാ വദ്ദിനെയോ സുവാഇനെയോ യഗൂസിനെയോ യഊഖിനെയോ നസ്റിനെയോ നിങ്ങൾ വിടരുത്. 5 പേരുകൾ അവർ പറഞ്ഞു. ആരായിരുന്നു ഈ 5 പേർ? പ്രിയമുള്ളവരെ, ശിർക്ക് എന്നാൽ അത് കല്ലിനെയും മരത്തിനെയും ആരാധിക്കൽ മാത്രമാണ്. ഞങ്ങൾ ഔലിയാവിനോട് മാത്രം തേടുന്നവരാണ് എന്ന് പറയുന്നവർ, അങ്ങനെയുള്ള വാക്ക് കേട്ട് തെറ്റിദ്ധരിച്ചു പോയ സാധുക്കൾ, അവർ മനസ്സിലാക്കുക, ഈ 5 പേരെ കുറിച്ച് അതാ സഹാബിമാർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർ പറഞ്ഞതായി മുൻഗാമികളായ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ, ഇമാം ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ളവർ ഉദ്ധരിക്കുന്നു. ആരായിരുന്നു അവർ? അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയിലെ സാലിഹുകളായ 5 ആളുകളായിരുന്നു അവർ. അവർ മരിച്ചപ്പോൾ ഇബ്ലീസ് ഈ ജനങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഈ 5 ആളുകളെ കുറെ കാലം കഴിഞ്ഞാൽ ജനങ്ങൾ മറന്നുപോകും. ഇത്രയും നല്ല മനുഷ്യന്മാരെ മറക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് അവരുടെ രൂപങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ അവരുടെ ഖബറിങ്കൽ ഈ ആളുകളുടെ രൂപം ആ ജനത ഉണ്ടാക്കി വെച്ചു. അവരവയെ ആരാധിച്ചിട്ടില്ല. എന്നാൽ അടുത്ത തലമുറ വന്നപ്പോഴേക്കും പിശാചിന്റെ പ്രേരണയാൽ അവർ ഈ സാലിഹുകളായ ആളുകളെ ആരാധിക്കാൻ തുടങ്ങി.